ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താഴെ നിർത്തേനെ. ഇല്ല. താഴെ നിർത്ത് വിഷ്ണുട്ടാ. ഇല്ല. അയ്യോ വിഷ്ണുട്ടാ. ആ അമ്മേ. ആ മോളെ, ഞാനിവിടെ. വിഷ്ണുട്ടാ താഴെ ഇല്ല. നിർത്ത്. താഴെ നിർത്ത് വിഷ്ണുട്ടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. അമ്മയ്ക്ക് വിളിക്കാൻ കൊണ്ടിരുന്ന നേരം അവരിപ്പോ സന്തോഷത്തിലാ. സത്യ പോലെ പപ്പയും സത്യങ്ങളൊക്കെ അറിയുമ്പോ അവൾ ഇതിലും സന്തോഷിക്കും. നമ്മുടെ ഈ സങ്കടങ്ങളൊക്കെ പോയി മറിയും ചെയ്യും. പപ്പി, അവരെന്താ സംസാരിക്കുന്നേ? എനിക്കറിയില്ല. പക്ഷെ അതിനൊരു സമയമുണ്ട് ശാലിനി. അതുവരെ നമുക്ക് കാത്തിരിക്കാം, ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്. അതെ, രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുവാണോ? വർത്താനം പറയാനാണ് വീട്ടിൽ ഇരുന്ന് പറഞ്ഞാ പോരെ? ഓ പിന്നെ ഇനി നമ്മൾ എവിടെ കേറാൻ പോന്നെ അത് പറ. ആ, ഇനിയാണ് വാട്ടർ തീം പാർക്കിലെ സ്പെഷ്യൽ റൈഡ്. സന്തോഷായോ? നമ്മളിനി എന്താ ചെയ്യാൻ പോണെന്നറിയോ? വെള്ളത്തിൽ കടന്നിട്ടുള്ള സ്പെഷ്യൽ ആർമാദിക്കല്. അതെ, കളക്ടറാന്നുള്ള ചിന്തയൊക്കെ കളഞ്ഞിട്ടേ ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടിയിട്ടല്ല, എല്ലാരും കൂടിയിട്ട് കുളിക്കണു. എന്തേ മക്കൾ ഹാപ്പിയാണോ? അപ്പൊ നമുക്ക് വെള്ളത്തിൽ തകർക്കാം. വാ. നമുക്കേ ഇന്ന് വെള്ളത്തിൽ ബെൽറ്റ് അടിക്കാൻ പഠിക്കാം. വാ. ഇങ്ങനെ എങ്ങനെയാ? ഇങ്ങോട്ട് ചാട്. ചാടണോ? പിന്നല്ലാതെ. സത്യം ആദ്യം ചാട്, എന്നാ നമുക്ക് ഒന്നിച്ച് ചാടാം. എന്നാ എന്റെ മക്കള് വാ. ഓരോന്നോരോന്നായിട്ട് വാ. ഇനി അടുത്തോളൂ വാ. എന്തെങ്കിലും നിക്കണേ? ഇങ്ങോട്ട് വാ. അയ്യോ ഞാനില്ല. ഞാനേ ഇതൊക്കെ കണ്ട് ഇവിടെ നിന്നോളാം. അത് ശരി, പിന്നെന്തിനാ ഇവിടെ വന്നേ? വിഷ്ണുട്ടന്റെ പാതിയാ ഞാനെന്നല്ലേ പറയുന്നേ. അതുകൊണ്ട് ആ പാതി അങ്ങ് കുളിച്ചാ മതി. അപ്പൊ ബാക്കി പകുതി കുളിക്കണ്ടേ? അതിതാ എന്റെ മക്കള് രണ്ടുപേരും കൂടി അങ്ങ് പരിഹരിച്ചോളൂ. അതേ, ഇങ്ങനൊരു അവസരം പിന്നീട് കിട്ടിയെന്ന് വരില്ല കേട്ടോ. ചാട്, മുങ്ങാതെ ഞാൻ നോക്കിക്കോളാം. എന്നാലും വേണ്ട. ചാട് കേട്ടോ. വേറെ ഒരുപാട് സ്ഥലത്ത് പോകണല്ലേ, പിന്നെ അതിനെ കൂടെ വന്നേ. വിഷ്ണുട്ട എന്തേ പെട്ടെന്ന് കുളിച്ച് കയറാൻ നോക്കിയേ. ഇവിടെ പലരും വയലന്റ് ആയി തുടങ്ങി. വയലന്റ് എന്താന്ന് ഞാൻ കാണിച്ചു തരാം. വിഷ്ണുട്ട നോക്ക് പ്ലീസ് പ്ലീസ്. വിഷ്ണുട്ട പ്ലീസ് പ്ലീസ്. വാട്ടർ തീം പാർക്കിൽ വന്നിട്ടേ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ അതിന്റെ കുറച്ചിലേ കൂടെ വന്ന ഞങ്ങൾക്ക്. മക്കളെ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? പിന്നല്ലാതെ. അമ്മ ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇടച്ചാ. വേണ്ട വിഷ്ണുട്ട, താഴെ നിർത്തിയേ. ചേച്ചമ്മേ, ഒരു കുഴപ്പമില്ല, നല്ല രസാ. വേണ്ട വിഷ്ണുട്ട, താഴെ നിർത്തിയേ. ഫോൺ അമ്മയാ. താഴെ നിർത്തേനെ. താഴെ നിർത്ത് വിഷ്ണുട്ട. അയ്യോ വിഷ്ണുട്ട. അമ്മേ. മോളെ, ഞാനിവിടെ. വിഷ്ണുട്ട താഴെ നിർത്ത്.
പ്ലീസ് പ്ലീസ് പ്ലീസ്. അമ്മയ്ക്ക് വിളിക്കാൻ കൊണ്ടിരുന്ന നേരം. അമ്മ, ഞങ്ങളിവിടെ വാട്ടർ തീം പാർക്കില്ല. ഭയങ്കര ബഹളമാണല്ലോ. എന്തോ താഴെ വെക്കാനോ നിർത്താനോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. എന്ത് താഴെ വെക്കാനാ? അത് ഒന്നും പറയണ്ടമ്മ. അച്ഛനും മക്കളും കൂടിയേ വെള്ളത്തില് തുള്ളി കളിച്ചോണ്ടിരിക്കുക. എന്നെ കൂടി ഇറക്കാൻ പല ശ്രമങ്ങളും നടത്തി. ഞാൻ പക്ഷെ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ മക്കളെ ശ്രദ്ധിച്ചോണേ. ആ, രണ്ടുപേരും കണ്ണ് തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കളയും. ആ, നിങ്ങൾ രണ്ടാളും അവർക്കൊപ്പം തന്നെ ഉണ്ടാവണം. ആ അമ്മേ. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. എന്നാലും അമ്മ ഒന്ന് സൂചിപ്പിച്ചതാ. എനിക്കിവിടെ നിന്നിട്ട് നിപ്പുറയ്ക്കുന്നില്ല, അതുകൊണ്ട് വിളിച്ചതാടി. ഓക്കെ അമ്മേ. ഞങ്ങളിത് ഇത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും. പിന്നെ ചൂരൽ മലയാ, അവിടെ റേഞ്ച് കിട്ടുകയാണെങ്കിൽ വിളിക്കാം കേട്ടോ. ഓ, ആ ശരി. ആ ശരി അമ്മേ. എന്താടേ ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാടാ ഞാനും ആലോചിക്കുന്നത്. അയാൾ ഇപ്പൊ വിളിക്കാൻ തുടങ്ങും. ഞാൻ അയാളോട് എന്താ പറയണ്ടേ? സമയം ഒന്നുകൂടി ഒന്ന് ഭേദപ്പെടുത്തി കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം കൊണ്ടും തിരക്കാവോ? എങ്കിൽ നല്ല കഥയായി. നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതും പോരാ, ഇനി അയാളുടെ വായിരിക്കൊണ്ട് കേൾക്കണോ ഞാൻ? അതാണോ നീ ഉദ്ദേശിക്കുന്നേ? പിന്നെ എന്ത് ചെയ്യോടാ? നൂറിനെ കാണാനുമില്ല. എടാ തിരക്കി ചെന്നാലോ? നാട്ടുകാർ കെട്ടിയിട്ട് അടിക്കുന്ന കാഴ്ച അതൊരല്പം ഭീകരമായിരിക്കും. പോരാത്തനെ പെണ്ണുകേസം. വീട്ടുകാരെ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോവും. എടാ പിന്നെ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയണേ? ഇതാ പിയൂണ. എന്താ ഞാൻ പറയണ്ടേ? നീ എന്തെങ്കിലും പറ. നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടെന്നോ വന്നുകൊണ്ടിരിക്കുകയാണെന്നോ അങ്ങനെ എന്തെങ്കിലും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാ. എന്നാൽ ഒരു ശ്രമം കൂടി നടത്തി നോക്കാം. ഹലോ, അതെ, ഒരല്പസമയം കൂടി വെയിറ്റ് ചെയ്യണേ. പെണ്ണ് ഡ്രസ് ചെയ്തോണ്ടിരിക്കുക. അതെ, ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ കല്യാണമാ. ഓക്കെ, അത് തീരുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങെത്തിക്കോളാം.